സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ചിലർ പറയാറുണ്ട്, ഞാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇത് രണ്ടുമാണോ സ്വാതന്ത്ര്യം? എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതാണോ സ്വാതന്ത്ര്യം? അതോ ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ അവൾക്ക് ഇഷ്ടമത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ചിലർ പറയും, ഞാൻ നിയന്ത്രിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതാണോ സ്വാതന്ത്ര്യം? എന്നാൽ എന്താണ്? ഞാൻ വിദേശയാത്ര ചെയ്ത സമയത്ത് അവിടെ താമസിച്ച ഒരു മുറിയുടെ ഒരു വീഡിയോ ഇതിനോട് ചേർത്ത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെങ്കിൽ മനസ്സിലാകട്ടെ. ഞാൻ താമസിച്ച ഒരു വലിയ വീടിൻ്റെ വിശാലമായ എൻ്റെ ബെഡ്റൂമിലേക്ക്, ആ മുറിയുടെ പുറത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആ മുറിക്ക് പൂട്ടില്ല, വെളിയിൽ നിന്ന് പൂട്ടില്ല. ഇനിയും അത് അകത്തേക്ക് പ്രവേശിച്ചാലോ, നല്ല റൂം തന്നെയാണ്, പക്ഷേ അകത്തും അതിന് പൂട്ടില്ല, ഒരു കുറ്റിയില്ല, ഒരു കൊളുത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരാൾ താമസിക്കുന്ന ഒരാളുടെ പേഴ്സണൽ റൂമാണ്. അതിൽ അനുവാദം കൂടാതെ, നോക്ക് ചെയ്യാതെ കയറരുത്. ഇതവർ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണ്. നമ്മൾ ചുമ്മാ വലിച്ചു പറിച്ച് ഒരു മുറിയിലോട്ട് ചാടി കയറിയിട്ട് അയ്യോ സോറി ഇവിടെ ആളുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിലല്ല, അവിടെ കയറാൻ പാടില്ല. എന്നാൽ തൊട്ടടുത്ത് ഒരു ബാത്റൂമുണ്ട്, ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം. ആ ബാത്റൂമിൻ്റെ വെളിയിൽ കൊളുത്തില്ല, കാരണം അതൊരു പബ്ലിക് റൂമാണ്, ആർക്ക് വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ബാത്റൂമിൻ്റെ അകത്ത് നോക്കുമ്പം അതിൻ്റെ കതകിന് അകത്ത് നിന്ന് ലോക്കുണ്ട്. എന്താ കാര്യം? ഇത് പബ്ലിക് സ്ഥലമാണ്, പക്ഷേ ഞാൻ അകത്ത് കയറുമ്പോൾ അത് എൻ്റെ സ്പേസായി, അത് ഞാൻ ലോക്ക് ചെയ്ത് സൂക്ഷിക്കും. വളരെ കൃത്യമായിട്ട് അവരത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ സ്പേസ് ഞാൻ സൂക്ഷിക്കും. ഇനി വേറൊരുത്തൻ്റെ സ്പേസ് ആണ് എങ്കിൽ ആ സ്പേസിൽ കയറേണ്ട ആവശ്യം നമുക്കില്ല. കൃത്യമായിട്ടും ശ്രദ്ധിച്ചു നോക്കി, വേറൊരാളുടെ സ്പേസ് ആണെങ്കിൽ ആ സ്പേസിൽ കയറേണ്ട ആവശ്യം നമുക്കില്ല. ഇനിയും പബ്ലിക് സ്പേസിൽ എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ ആ സ്ഥലം സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യവുമാണ്. ഇതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത്. വേറൊരാളുടെ ഇതിനകത്ത് കയറി കൈകടത്താനല്ല, എൻ്റേത് സുരക്ഷിതമായി സൂക്ഷിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് പാഠം. അന്യൻ്റെ സ്പേസിലേക്ക് കയറുന്നത് സ്വാതന്ത്ര്യമല്ല, അന്യൻ്റെ സ്പേസിലേക്ക് കയറുന്നത് സ്വാതന്ത്ര്യമല്ല. എൻ്റെ സ്പേസ് സൂക്ഷിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇത് കൃത്യമായി നമ്മുടെ തലമുറയെ പഠിപ്പിക്കാൻ കഴിയണം. എൻ്റെ സ്പേസ്, എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അകതെ തൊടണമെങ്കിൽ എൻ്റെ അനുവാദം മേടിക്കണം. മനസ്സിലായില്ലേ? അത് സ്വാതന്ത്ര്യം. എനിക്കിഷ്ടമുണ്ടെങ്കിൽ അന്യൻ്റെ സ്ഥലത്തേക്ക് കയറാനും പാടില്ല, എൻ്റേത് സൂക്ഷിക്കാനുള്ള കഴിവും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഈ വീഡിയോയിൽ കൂടുതൽ വേറെ എന്തെങ്കിലും രീതി പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നന്ദി.